ഗായ്സ് ഞാനേ ആകെ ഒരു സങ്കടത്തിലാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിക്കാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ട് പോകാൻ പോകുന്നത് രാവിലെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ചൊന്നും നടത്തിട്ടില്ല, നല്ല ചെറിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു വീറ്റ് ബിസ്ക്കറ്റ് 2 ഉണ്ട്, ബെൽവിറ്റയുടെ. കുറച്ച് ഷുഗർ ഉണ്ട് അതിൽ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്. പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പഴം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇനി ഓഫീസിൽ പോയിട്ട് ചെറിയ രീതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് തുടങ്ങണം പരിപാടി. അപ്പോൾ ഓക്കെ, ബാക്കി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ ഓഫീസ് എത്തി ഗൈസ്. അപ്പോൾ ഇനി ഡ്യൂട്ടി കഴിഞ്ഞിട്ട്, വർക്ക് കഴിഞ്ഞിട്ട് കാണാം, വൈകിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. നല്ല നല്ല വീഡിയോസ് ഇടണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ നമുക്കിപ്പോൾ അങ്ങനത്തെ കണ്ടന്റ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നാളെ ഓഫ് ആയ കാരണം നമ്മളിവിടെ ചെറിയ പർച്ചേസിങ്ങിന് വന്നിരിക്കുന്നത്. നാളെ ഓഫ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച, ഇവിടെ സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച ഓഫ്. ബാക്കിയുള്ള കൺട്രീസിലൊക്കെ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും നാളെ ആയിട്ട് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ചെറിയ കറക്കും അടിച്ചുപൊളി പരിപാടിയൊക്കെ നമ്മളെ രീതിയിലുള്ളത്, ഫാമിലി നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നമ്മളെ ഫ്രണ്ട്സും പിള്ളേരൊക്കെ ആയിട്ട് ചെറിയ കമ്പനി അടി, ഇങ്ങനെ പുറത്ത് പോക്കും, ഇങ്ങനെ കാറിലിങ്ങനെ പോക്കും, അതൊക്കെ പരിപാടി മാത്രമല്ല ഇവിടെ. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറിയ പർച്ചേസിങ് ഉണ്ട്. ഇപ്പോൾ കുക്കിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുവിധ ആൾക്കാർക്ക് അറിയാം, എല്ലാവർക്കും അല്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നത്. നാളെ ഇതിൻ്റെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ചെറിയ പർച്ചേസിന് വേണ്ടിയിട്ട് പോകുന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഷെയർ ചെയ്തിട്ട് ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യണമെന്ന് വിശ്വസിക്കുക. എൻജോയ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര ഡയലോഗ്. ഒന്നാമത് സ്റ്റാർട്ടിങ് ഞാൻ എന്തൊക്കെ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലേ. എനിക്കൊരു ഐഡിയ ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനെ എന്താണ് പറയണമെന്നുള്ളത്. പക്ഷെ നമ്മളിത് സെറ്റായി വരും. നമ്മളെ വീഡിയോസ് ഇനി ഓരോ വീഡിയോസിലൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരും. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. മൈക്കിൻ്റെ ഇഷ്യൂസ്, വിഷ്വൽസിൻ്റെ ഇഷ്യൂസ് എല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യും. നമ്മൾ കിട്ടില്ല വീഡിയോ ആയിട്ട് ഒരു 1-2 മാസത്തിനുള്ളിൽ സെറ്റപ്പ് സാധനം. ഓക്കെ, അപ്പം അങ്ങനെ. ഓക്കെ, നമ്മളേ ചെറുകിട പർച്ചേസ് മാത്രം ഉണ്ടാവും, വലിയ പർച്ചേസൊന്നും ഇല്ല. ഇവിടെ പർച്ചേസ് ചെയ്യുന്ന കുറേ സമയം പോകും. നമുക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് നമ്മൾ ചടപട്ടേന്ന് വെച്ചിട്ട് ഇവിടുന്ന് പോകും. ഞാൻ എന്നിട്ട് വാങ്ങിക്കണത് കാണിച്ചു തരാം. ചെറിയ ബിരിയാണി, റൈസ്, അങ്ങനെ സാധനങ്ങൾ മാത്രം വാങ്ങിക്കണുള്ളൂ. പെട്ടെന്ന് വാങ്ങിക്കുക, പെട്ടെന്ന് സ്ഥലം വിടുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് സമയം പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് പിള്ളേരൊക്കെ കൂടെ എന്റർടൈൻ ചെയ്യേണ്ടതാണ് പോയിട്ട് പുറത്തുനിന്ന്. വ്യാഴാഴ്ച അല്ലേ, അപ്പം അത് കാരണം പർച്ചേസ് ചെയ്യുക, സ്ഥലം വിടുക, സാധനങ്ങൾ വാങ്ങിക്കണേ. ഞാൻ എന്നിട്ട് കാണിച്ചു തരാം. ഇതേ ഇരിക്കുന്ന നമ്മളെ മെയിൻ സാധനം. ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് വെച്ച് നിങ്ങൾ എന്തുണ്ടാക്കി കഴിഞ്ഞാലും, ഇത് വെച്ചിട്ട് ബിരിയാണി, നെയ്ച്ചോറ് മാത്രം ഉണ്ടാക്കുള്ളൂ. മന്തിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ സക്സസ് ആവും. വീട്ടിലെ സാധനം ഉണ്ടത്, ഞാനിത് തന്നെ വാങ്ങിക്കുള്ളൂ. ഇത് മതി, ഇത് വാടി. നമ്മള് റൈസ് റെഡി. ഈ 5 കിലോ റൈസ് ഉണ്ടല്ലോ, ഈ 5 കിലോ റൈസ് എനിക്ക് 1 മാസം 1.5 മാസമൊക്കെ ഡെയിലി ഉണ്ടാക്കുമ്പോഴില്ല, വല്ലപ്പോഴൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പക്കയാണ്. ഇത്ര മതി. എനിക്ക് ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഈ ചിക്കൻ മാത്രം എനിക്ക് ഇഷ്ടമുള്ളൂ. എന്താ പറയില്ല, ഇത് 1,200 1 കിലോൻ്റെ ഉണ്ട്. 1,200 ആക്ക് കണക്കന്നെ. ഈ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും ചിക്കൻ 65-ന്റെ പീസിൽ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചിക്കൻ്റെ പീസിൽ കട്ട് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കട്ട് ചെയ്യണമെങ്കിൽ ഒരു ചിക്കനിൽ ഒരു 5 പീസൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും ചിക്കൻ 65-ന്റെ പീസിൽ കട്ട് ചെയ്യിക്കാറ്. അതാകുമ്പോൾ ചിക്കൻ 65 ഉണ്ടാക്കാം, നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം, മന്തി ഉണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കാം, എല്ലാത്തിലും കറക്റ്റ് പീസായിരിക്കും. അപ്പോൾ ഈ ചിക്കൻ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ കൊടുക്കാം. ഈ വീഡിയോ എടുക്കല്
സത്യം പറഞ്ഞെങ്കിൽ ആൾക്കാരുടെ കൂടെ ക്യാമറ പിടിച്ചെടുക്കൽ ഭയങ്കര എനിക്കൊരു ചെറുതായിട്ട് നാണെന്ന് തോന്നിട്ട് ഞാനതൊക്കെ ആദ്യമായിട്ട് ചെയ്യണത്. പക്ഷെ വേറെ എന്താ ചെയ്യാ, യൂട്യൂബ് ചാനൽ സെറ്റാക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടേ. പക്ഷെ എന്നും ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോ ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നതാണ്. നമ്മൾ ചിക്കൻ കട്ടയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് റൈസും പിന്നെ അതുപോലെ തന്നെ ചിക്കനും പിന്നെ കറിവേപ്പില അങ്ങനെ ചെറിയ സാധനം മാത്രം മതി. ബാക്കി എല്ലാതും നമ്മൾ വീട്ടിലുണ്ട്. പൊടികളാണെങ്കിലും മറ്റേ സവാള അങ്ങനെ സാധനം എല്ലാം ഉണ്ട് നമ്മളേക്കില്. ഫുള്ള് സ്റ്റോക്കാ. അപ്പൊ ഇനി കിട്ടിയതിനു ശേഷം ഇവിടുന്ന് സാധനം നേരെ സ്ഥലം വിടാം. അങ്ങനെ നമ്മളെ ചിക്കൻ 65 പീസ് കട്ട് ചെയ്ത് കിട്ടി. നേരെ കറിവേപ്പില എടുക്കുന്നു, സ്ഥലം വിടുന്നു. കറിവേപ്പില വാങ്ങി 2.25. 2.25 ഇവിടെ കറിവേപ്പില റേറ്റ്. ഈ ഒരു പീസ് കറിവേപ്പില കിട്ടാ. നമ്മുടെ നാട്ടിലേക്ക് 2.25 എന്ന് പറയുന്ന നാട്ടിൽ ഒരു 50 രൂപയായി. 50 രൂപയ്ക്ക് നമുക്ക് ഇത്രയ്ക്ക് കറിവേപ്പില കിട്ടുമോ? 50 രൂപയ്ക്ക് ഒരു കെട്ട് കറിവേപ്പില വേണമെങ്കിൽ വാങ്ങാം നാട്ടിലെ. നാട്ടിലെ പൈസ ആയിട്ട് നമ്മള് പുറത്ത് പോയിട്ട് താമസിക്കുന്ന ആൾക്കാർ ഒരിക്കലും എന്ത് സാധനം വാങ്ങുന്നെങ്കിലും നാട്ടിലെ പൈസ ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പയർ ചെയ്താൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോ റെഡി നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നു, വേഗം പോയി ബില്ല് ചെയ്യുന്നു. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോന്നു, ഫ്രഷ് ആവുന്നു. ഫ്രഷ് ആയതിനു ശേഷം പിള്ളേരെ കൂടെ അടിച്ചു വിളിക്കാൻ വേണ്ടി ഇറങ്ങും. അത്രയുള്ള പരിപാടി. അപ്പോൾ വീഡിയോസ് ഇടാം, കണ്ടിന്യൂഷൻ ആയിട്ട് ഇടാം. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പർച്ചേസ് സാധനങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ റൂമിൽ എത്താറായി. റൂമിൽ ഇപ്പം എത്തി. ഇവിടെ റൂം അടിച്ചിട്ടാ. അപ്പൊ നമ്മളെ റൂമിലൂടെ എത്തി. റൂമിലെത്തുമ്പോ ശരിക്കേ ഞാൻ എന്റെ മോനെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവർ നാട്ടിൽ പോയിരിക്കണ്, അടുത്ത മാസം ഇവിടെ എത്തും. ശരിക്കും ഞാൻ കീ ഇട്ട് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ അവൻ വരും, എന്നെ വിളിച്ച് ഓടി വരും എൻ്റെ അടുത്തേക്ക്. ശരിക്കും ഞാൻ അവനെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഡോറൊക്കെ തുറക്കുമ്പോഴേ ശരിക്കും നമ്മളെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ പോയെങ്കിൽ എല്ലാവർക്കും, എല്ലാ ഗൾഫിലും പ്രവാസികളായ ആൾക്കാർക്കും നമ്മളെ ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ ഡോർ തുറക്കുന്ന സമയത്ത് ഓടി വരാൻ മക്കളുണ്ടെങ്കിൽ, അതില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ റൂം തുറക്കുമ്പോഴേ അതിൻ്റെ ഭയങ്കര സ്മെല്ല, അതായത് നമ്മുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ലും അതൊക്കെ ഓടി ഓടി വരും. അയ്യോ, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഇതൊന്നും എടുത്തില്ല. അപ്പം അങ്ങനെ ഇനി ബാക്കി കാര്യങ്ങൾ വഴിയേ വരും. അങ്ങനെ വീട്ടിലെത്തി, ആകെ ടയർഡായി. ഇവിടെ നല്ല ചൂട് ഹ്യൂമിഡിറ്റി ഒക്കെ പെട്ടെന്ന് ടയർഡാവും. പിന്നെ വേറെ കേസ്, ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടെന്ന് വെച്ചാലേ നമ്മൾ ഇത്ര നേരം ഷൂട്ട് ചെയ്ത വീഡിയോ എല്ലാം കൂടിയിട്ട് മറ്റേ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിലിട്ട് ആകെ 6 മിനിറ്റുള്ള വീഡിയോ. ശരിക്കും പറയാം മിനിമം ഒരു 30 മിനിറ്റെങ്കിലും വീഡിയോ ഉണ്ട്. എത്ര കഷ്ടപ്പാടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വ്ളോഗർമാരൊക്കെ സമ്മതിക്കുന്നുണ്ട്, എളുപ്പമുള്ള പരിപാടിയല്ലേ. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ വീഡിയോക്ക് വേണ്ടി എന്തോരം നേരം വീഡിയോ എടുക്കുന്ന അറിയും. എത്ര ഷോട്ടുകൾ എടുക്കണം എന്നെനിക്ക് മനസ്സിലായി സംഭവം. അപ്പൊ ഈ വീഡിയോ ഇതിലിട ചെയ്തത് വീഡിയോയുടെ ലെങ്ത് കുറച്ചിട്ട് കൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതും കൂടി ഒന്ന് കണ്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ഇനിയിപ്പോ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇടും. ഫുള്ള് എന്താ പറയാ, ചില്ല സാധനങ്ങളായിരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് ഇതിന് കമന്റ് ചെയ്യണം. എന്താണ്, എങ്ങനെയാണ് നമ്മൾ വീഡിയോ, നമ്മളെ തമ്പനയിലും ഈ വീഡിയോ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടാ കമന്റ് ഇട്ടോളൂ. ഓക്കെ, നമ്മളൊരു കാര്യം പറഞ്ഞു, നാളെ ഓഫ് ആയി തരാം, തുണിയൊക്കെ അലക്കണ്ടേ. അപ്പൊ ഉള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം നമുക്ക് മെഷീനിലിട്ടിട്ട് നമുക്ക് നമ്മൾ പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാം. അപ്പം നമ്മളെ വാഷിങ് പരിപാടി, ഡോർ ഓപ്പൺ ചെയ്യുക, വാഷിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ അതിലിടുക. ഞാൻ എപ്പോഴും വാഷിങ്ങിൻ്റെ ലിക്വിഡ് ടൈഡ് യൂസ് ചെയ്യട്ടെ. ടൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ലോഡ് യൂസ് ചെയ്യുമ്പോൾ 100 ml, ടോപ്പ് ലോഡ് യൂസ് ചെയ്യുമ്പോൾ 150 ml യൂസ് ചെയ്യുക. സാധനം അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡിറ്റർജന്റ് കൂടുതലായതുകൊണ്ട് ഡ്രസ്സിന് എന്തെങ്കിലും കംപ്ലൈന്റ്, കളർ ചേഞ്ച്, ഫെയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് ലോഡ് ആയ കാരണം നമ്മൾ 100 ml ഒഴിക്കാൻ പാടുള്ളൂ. 100 ml ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലുണ്ടാവും 100 ml ആയിട്ടില്ല. ഇപ്പോൾ ഇതൊരു 70 ആയിട്ടുള്ളൂ. 100 ആക്കുക, 80 മതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻറ്റും ട്രൗസറും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഒഴിക്കുക, ഇതടയ്ക്കുക, ചട്ടപട്ടയെന്നുള്ള പരിപാടി മതി. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഇടാം പെട്ടെന്ന് വേണ്ടിയിട്ട്. സ്റ്റാർട്ട് ചെയ്യാം.
സ്റ്റാർട്ട് ചെയ്യും. ഇത്രയുള്ള പരിപാടി. ഗൈസ്, ഞങ്ങളങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു നല്ലൊരു മലയാളി ഹോട്ടലുണ്ട്, മലബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പുറത്തിറങ്ങിയിട്ട് ചെറിയ കറക്കം ഇങ്ങനത്തെ പരിപാടിയൊക്കെ. പറഞ്ഞിട്ട് തുറന്നിട്ടു വിശ്വസാണ് ഇത് തുറക്കുന്നതാണ്. ചെറുക്കന്റെ വീഡിയോ ഒക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുക. നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇപ്പൊ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു പിള്ളേരൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇനി കറങ്ങാൻ ചെറിയ രീതിയിലുള്ള കറക്കം മാത്രമേ ഉള്ളൂ, ഹെവി ആയിട്ടൊന്നുമില്ല. അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോണേ. ഇനി റൂമിൽ പോയിരുന്നിട്ട് കുറച്ച് സംസാരിക്കല്, TV കാണല്, സിനിമ കാണലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് പിരിയും. പിന്നെ പോയി കിടന്നുറങ്ങും. നാളെ രാവിലെ എണീക്കും.